നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വേദനാജനകമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി നമ്മളെ തേടി എത്തിയത്. വിവാഹത്തിന് വെറും മാസങ്ങൾ മാത്രമാണ് ബാക്കിയായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴേക്കും പ്രതിശ്രുത വരനും വധുവും ഒരേ ദിവസം മരണപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. വിവാഹത്തിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിശ്രുത വധുവും വരനും ജീവനൊടുക്കി. വിവാഹം നിശ്ചയിച്ചിരുന്ന ബാങ്ക് ജീവനക്കാരായ യുവതിയും യുവാവുമാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആത്മഹത്യ ചെയ്തത്. കാസർഗോഡ് പൂച്ചക്കാട് കിഴക്കേക്കരയിൽ പി അനുശ്രീ എന്ന 25 വയസ്സുകാരി, പ്രതിശ്രുത വരനായ കണ്ണൂർ ഇരിട്ടി വിളമന അമ്പലത്തട്ട് സ്വദേശി അമൽ എന്ന 27 വയസ്സുകാരാണ് മരിച്ചത്. വരാനിരിക്കുന്ന ഡിസംബർ 26-ലാണ് ഇരുവരും വിവാഹിതരാകാൻ ഇരുന്നത്. വിവാഹം നിശ്ചയം ഒക്കെ തന്നെ പൂർത്തിയായി. അതിന്റെ വിളികളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. കർക്കിടകമെല്ലാം കഴിഞ്ഞ് ചിങ്ങം മുതൽ അതിന്റെ പണിപ്പുരയിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു വീട്ടുകാർ. പക്ഷേ ഈ ഒരു ആത്മഹത്യ അവരെ എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. മൈസൂരിലെ SBI ഹുൻസൂർ ശാഖയിലെ ജീവനക്കാരിയായ അനുശ്രീ താമസ സ്ഥലത്ത് വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. വീഡിയോ കോൾ വിളിച്ച ശേഷമായിരുന്നു അനുശ്രീ ജീവനൊടുക്കിയത്. ഗ്യാസ് ഏജൻസി ഉടമ തയ്യിൽ വീട്ടിൽ കെ ചന്ദ്രന്റെയും റീനയുടെയും മകളാണ്. മരണകാരണം ഇതുവരെയും വ്യക്തമല്ല. ഹുൻസൂരിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പൂച്ചക്കാട്ടെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. പി ശ്രീലക്ഷ്മിയാണ് സഹോദരി. അനുശ്രീയുടെ മരണവാർത്തയ്ക്ക് പിന്നാലെ എറണാകുളത്തെ ഹോട്ടൽ മുറിയിലാണ് അമലിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞതിനെ തുടർന്ന് അമലിന്റെ ബന്ധുക്കൾ കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും പെട്ടെന്നുള്ള വേർപാടിന്റെ ആഘാതത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും. അനുശ്രീയുടെയും അമലിന്റെയും മരണകാരണം വ്യക്തമായിട്ടില്ല. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടുമില്ല. ഇരു മരണങ്ങളുടെയും സാഹചര്യങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം തുടങ്ങി. പോലീസ് കൂടുതൽ പരിശോധനകളും വിവരശേഖരണവും നടത്തിവരികയാണ്. വിവാഹ ഒരുക്കങ്ങൾ ആരംഭിക്കും മുമ്പേ ഉണ്ടായ അനുശ്രീയുടെയും അപ്രതീക്ഷിതമായ മരണം കുടുംബത്തെയും നാട്ടുകാരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഉൻസൂരിലെ താമസ സ്ഥലത്ത് അനുശ്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അറിഞ്ഞ് ബന്ധപ്പെട്ടവർ സ്ഥലത്ത് എത്തിയിരുന്നു. തുടർന്ന് മൃതദേഹം ഉൻസൂർ ദേവരാജ് അരശ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഞായറാഴ്ച ഉച്ചയോടുകൂടിയാണ് അമലിനെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് മുൻപ് അനുശ്രീ അമലിനെ വീഡിയോ കോൾ ചെയ്തതായിട്ടുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നീലേശ്വരത്ത് മലബാർ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി നടത്തി വരികയാണ് അനുശ്രീയുടെ പിതാവ്. സഹോദരി പി ശ്രീലക്ഷ്മിയാണ്. മാത്രമല്ല ഈ പറയുന്ന അമൽ SBIയുടെ ബാങ്ക് മാനേജർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായും അതുപോലെ തന്നെ കരിയർ വൈസും, അതായത് ജോലി സംബന്ധിച്ചും ഒക്കെ തന്നെ രണ്ടുപേരും ഒരേ രീതിയിൽ നല്ല മികച്ച രീതിയിൽ വളരെ ചെറുപ്രായത്തിൽ 25-27 വയസ്സുള്ളപ്പോൾ തന്നെ SBIയുടെ മാനേജറായിട്ടും SBI ബ്രാഞ്ചിലും ഒക്കെ തന്നെ ജോലി ലഭിക്കുക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിൽ പഠിക്കുകയും നല്ല ജോലി വാങ്ങുകയും ഒക്കെ ചെയ്തവർ, ഫോട്ടോകളിലും ഒക്കെ തന്നെ വളരെ സന്തുഷ്ടരായിരുന്നവർ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ മരിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല. അക്ഷരാർത്ഥത്തിൽ ഞെട്ടലിലാണ് അച്ഛനും അമ്മയും.